നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗിരിജ രാംദാസ്. എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് സ്ത്രീ പുരുഷൻ്റെ ഇടതുവശത്ത് ഇരിക്കുന്നതിലെ ആചാരങ്ങളെക്കുറിച്ചാണ്. അതായത് നമ്മളൊരു വിവാഹപ്പന്തൽ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ വിവാഹത്തിന് പോയാൽ വരനും വധുവും സ്റ്റേജിലിരിക്കുമ്പോൾ സ്ത്രീ പുരുഷൻ്റെ ഇടതുവശത്താണ് ചേർന്നിരിക്കുന്നത് അല്ലേ? പണ്ട് മുതലേ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് സ്ത്രീ പുരുഷൻ്റെ ഇടതുവശം ചേർന്നിരിക്കണം എന്നാണ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ വലതുവശം പുരുഷാത്മകവും ഇടതുവശം സ്ത്രീയുമാണ് എന്നാണ് പറയുന്നത്. അതായത് അർദ്ധനാരീശ്വര സങ്കല്പത്തിലും പുരുഷൻ വലതുവശത്തും സ്ത്രീ ഇടതുവശത്തുമാണ്. അപ്പോൾ ശാസ്ത്രം പോലും പറയുന്നത് സ്ത്രീ ഇടതുവശത്തിരിക്കണം, പുരുഷനാണ് വലതുവശത്തിരിക്കേണ്ടത് എന്നാണ്. പുരുഷന് വലതാണ് ശക്തി, സ്ത്രീക്ക് ഇടതാണ് ശക്തി. ഒരു കൈനോട്ടക്കാർ പോലും പണ്ട് കാലങ്ങളിലൊക്കെ കൈ നോക്കാൻ പറയുമ്പോൾ നമ്മൾ സ്ത്രീകൾ വലത് കൈ കാണിച്ചു കൊടുക്കുമ്പോൾ ഉടനെ അവർ പറയുമായിരുന്നു ഇടത് കൈ കാണിക്കാൻ. അത് നിങ്ങൾക്ക് പലർക്കും അത് അനുഭവം ഉണ്ടായിരിക്കും. എനിക്കും നല്ല അനുഭവമുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, ഇതെന്താ സ്ത്രീ ഇടതും പുരുഷൻ വലതും. അതിന് ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഒരു ശരീരത്തിൽ വലതുവശം പുരുഷാത്മകവും ഇടതുവശം സ്ത്രീക്കുള്ളതുമാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.